ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് എടുക്കാം. കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർ മിയാമി റൊണാൾഡോ സിറ്റിയെ 5 ഗോളുകൾക്ക്, എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതിൽ ഇരട്ട ഗോളുകൾ ലയണൽ മെസ്സി നേടിക്കഴിഞ്ഞു. അതിലൂടെ അദ്ദേഹം ഒരു റെക്കോർഡാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 500 ഗോളുകളാണ് അദ്ദേഹം ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ക്ലബ് അടിസ്ഥാനത്തിൽ ലീഗിൽ അദ്ദേഹം നേടിയിട്ടുള്ള സ്റ്റാറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ബാർസലോണയ്ക്ക് വേണ്ടി 474 ഗോളുകളാണ് ലാലിഗയിൽ നിന്ന് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. അതുപോലെ തന്നെ ഫ്രഞ്ച് ലീഗിൽ PSG വേണ്ടി 22 ലീഗ് 1 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ MLS-ൽ ഇന്റർ മിയാമിക്ക് വേണ്ടി 4 ഗോളുകളും അദ്ദേഹം നേടി. അങ്ങനെ 500 ഗോളുകൾ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 500 ഗോളുകൾ പൂർത്തിയാക്കി നേടിയ ഒരു പോർച്ചുഗീസ് സൂപ്പർ താരം അല്ലെങ്കിൽ ഒരു താരം എന്ന നിലയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. അദ്ദേഹം നേടിയത് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 103 പ്രീമിയർ ലീഗ് ഗോളുകളും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിനൊപ്പം 311 ലാലിഗ ഗോളുകളും ജുവന്റസിനു വേണ്ടി 81 സീരിയ ഗോളുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് അൽനാസറിന് വേണ്ടി 37 സൗദി പ്രോ ലീഗ് ഗോളുകളുമാണ് അദ്ദേഹം പോർച്ചുഗീസ് ഇതിഹാസം റൊണാൾഡോ ഇപ്പോൾ നേടിയിട്ടുള്ളത്. അങ്ങനെ 687 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 534 ലീഗ് ഗോളുകളാണ് നിലവിൽ റൊണാൾഡോന്റെ പേരിലുള്ളത്. കഴിഞ്ഞ മത്സരത്തിലൂടെ അദ്ദേഹം ആ ഒരു നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. 500 ലീഗ് ഗോളുകൾ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സിൽ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പറയാനുള്ളത് റൊണാൾഡോ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞ ഒരു കാര്യം, ഫ്രഞ്ച് ലീഗിനേക്കാളും എത്രയോ ബെറ്ററാണ് സൗദി പ്രോ ലീഗ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. ആ ഒരു കാര്യത്തോട് ഇപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ചെൽസിയുടെ ഫോമർ പ്ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ 1998 ഫ്രാൻസിന്റെ വേൾഡ് കപ്പ് ജേതാവിന് അർഹനായ ഫ്രാങ്ക് ലിബോഫാണ് ആ ഒരു കാര്യത്തോട് ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, പോർച്ചുഗീസ് ലീഗിനേക്കാൾ ലീഗ് ഒന്നിനെ കുറിച്ച് അദ്ദേഹം ആ ഒരു അഭിപ്രായം പറയാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിന് അദ്ദേഹം തന്നെ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ലീഗ് ഒന്നിൽ ലയണൽ മെസ്സി കളിച്ചത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ലീഗ് ഒന്നിനെ കുറിച്ച് പറഞ്ഞതിൽ അതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി, സമ്മറിൽ നടക്കാൻ പോകുന്ന 2024 യൂറോ ചാമ്പ്യൻഷിപ്പ്, യൂറോ കപ്പ്, ആ ഒരു കപ്പ് പോർച്ചുഗൽ നേടാൻ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ്. പോർച്ചുഗലിന് അത് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്, റൊണാൾഡോ കളിച്ചില്ലെങ്കിൽ മാത്രമാണ് ആ ഒരു കപ്പ് പോർച്ചുഗലിന് നേടാൻ പറ്റുന്നത് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അവസാനിപ്പിച്ചു അവിടെ. അദ്ദേഹം പറഞ്ഞ കാര്യത്തോടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, അദ്ദേഹം ആദ്യം പറഞ്ഞത് മെസ്സി ഫ്രഞ്ച് ലീഗിൽ കളിച്ചത് കൊണ്ടാണ് റൊണാൾഡോ അങ്ങനെ പറഞ്ഞത് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ആ ഒരു കാര്യത്തോടുള്ള എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഒരിക്കലും റൊണാൾഡോ ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ലയണൽ മെസ്സിയുടെ പെർഫോമൻസോ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സോ അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് കാണിച്ച മികവൊന്നും ആ ഒരൊറ്റ റൊണാൾഡോൻ്റെ ആ ഒരൊറ്റ വാക്കിൽ നിന്ന് ഒരിക്കലും ഇടിയാനോ തകരാനോ പോകുന്നില്ല. റൊണാൾഡോ അവിടെ ഉദ്ദേശിച്ചത് യൂറോപ്യൻ ടോപ്പ് 5 ലീഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ലീഗാണ് ഫ്രഞ്ച് ലീഗ് എന്ന് പറയുന്നത്. ആ ഒരു ലീഗിനേക്കാളും എത്ര മികച്ചതായിട്ട് സൗദി പ്രോ ലീഗ് കാണുന്നു എന്നാണ് റൊണാൾഡോ പറഞ്ഞത്. കാരണം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് സൗദി പ്രോ ലീഗിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാം, നെയ്മർ എത്തി, സാഡിയോ മാൻ എത്തി, ഒരുപാട് വമ്പൻ പ്ലേയേഴ്സ് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സൗദി പ്രോ ലീഗിലെ ഓരോ ടീം എടുത്തു നോക്കുന്ന സമയത്തും ഒരുപാട് സൈനിങ് നടന്നിട്ടുണ്ട്. മികച്ച ഒരുപാട് പ്ലേയേഴ്സ് ഓരോ ടീമിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സ്പാനിഷ് പ്ലേയേഴ്സ് ആയാലും ഓരോ ടീമിൽ എത്തിക്കഴിഞ്ഞു. ഓരോ ടീമിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ ആ ടീമിൻ്റെ പെർഫോമൻസ് ഒരുപാട് ഉയർന്നു കഴിഞ്ഞു. 15 ടീമുകൾ അടങ്ങുന്ന സൗദി പ്രോ ലീഗ് ഇപ്പോൾ 18 ടീമുകൾ അടങ്ങുന്ന ഒരു ലീഗായി മാറിക്കഴിഞ്ഞു. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് സൗദി പ്രോ ലീഗിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റൊണാൾഡോ അങ്ങനെ പറഞ്ഞത്, ലീഗ് വണ്ണിനേക്കാളും അല്ലെങ്കിൽ ഫ്രഞ്ച് ലീഗിനേക്കാളും എത്രയോ മികച്ച ഒരു ലീഗായിട്ട് സൗദി പ്രോ ലീഗ് ഇപ്പോൾ അദ്ദേഹം കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനെ ഒരു പ്രൂഫായിട്ട് സൗദി പ്രോ ലീഗിലെ ടീമുകൾ ഫ്രഞ്ച് ലീഗ് ടീമുകളുമായിട്ട് കളിച്ചിട്ട് ഒരു പ്രൂഫ് നൽകണം. എന്നാലേ നമുക്ക് പറയാം സൗദി പ്രോ ലീഗ് ഈസ് ബെറ്റർ ദാൻ ഫ്രഞ്ച് ലീഗ് എന്ന് പറയാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കുകളോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. യൂറോപ്യൻ ടോപ്പ് ലീഗ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഒരു ലീഗാണ് ഫ്രഞ്ച് ലീഗ്. അതുകൊണ്ടാണ് റൊണാൾഡോ ആ ഒരു ലീഗിനെ എടുത്തുകൊണ്ട് സൗദി പ്രോ ലീഗ് ഈസ് ബെറ്റർ ദാൻ ഫ്രഞ്ച് ലീഗ് എന്ന് പറയാനുള്ള ഏക കാരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, റൊണാൾഡോ കളിച്ചില്ലെങ്കിൽ മാത്രമാണ് യൂറോ 2024 പോർച്ചുഗലിനെ നടിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കാര്യത്തോടുള്ള എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് മൊറോക്കോയുമായിട്ടുള്ള മത്സരത്തിൽ ഒരുപാട് നിമിഷം റൊണാൾഡോ ബെഞ്ചിൽ തന്നെയായിരുന്നു. എന്നിട്ടും ആ ഒരു സ്കോഡിന് ഒരു ഇമ്പാക്റ്റ് പോലും ആ ഒരു മാച്ചിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒരു ഗോൾ അടിച്ചു, അതിനുശേഷം കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് റൊണാൾഡോയെ കളിക്കാൻ വേണ്ടി പിച്ചിലേക്ക് ഇറക്കിയത്. മൊറോക്കോയുമായിട്ടുള്ള മത്സരത്തിൽ വിത്തൗട്ട് റൊണാൾഡോ കളിച്ചിട്ടും പോർച്ചുഗലിന്റെ സ്കോഡിന് മികച്ച ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തോട് മികച്ച അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല.
അതുപോലെ തന്നെ റൊണാൾഡോ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ കരിയറിൽ ഏറ്റവും സന്തോഷമേറിയ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുപോലെ തന്നെ 2024 യൂറോ കപ്പ് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2022 വേൾഡ് കപ്പിന്റെ സമയത്ത് അദ്ദേഹം എങ്ങനെ ആയിരുന്നു എന്നും അതുപോലെ തന്നെ അദ്ദേഹം ആ മൊറോക്കോയുമായുള്ള മത്സരത്തിൽ അവസാന നിമിഷങ്ങൾ അദ്ദേഹം എങ്ങനെ കളിച്ചിരുന്നു എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് അൽ നാസറിൽ കടന്നു പോകുന്നത്. ഈ ഒരു ഇമ്പാക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസൻസിൽ അദ്ദേഹം യൂറോ കപ്പ് 2024 കളിക്കണമെന്നാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യത്തോട് മികച്ച അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം യൂറോ കപ്പ് കളിക്കണം. 2024 പോർച്ചുഗലിന് വേണ്ടി മികച്ച ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ഒരു കാര്യത്തോട് നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കോറസ് മൈൻ നിങ്ങൾ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈൻ.